നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുടംപുളി ഇട്ട ഒരു മീൻകറി കാണാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദശക്കട്ടിയുള്ള മീനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മീൻ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാം. പിന്നെ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഉപ്പ്, ഉലുവ, കടുക്, ആവശ്യത്തിനുള്ള പുളി, 2 പച്ചമുളക്, കറിവേപ്പില, എണ്ണ. ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മീൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നല്ല കളറ് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനാവശ്യത്തിനുള്ള പുളിയും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മസാല വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് നേരം നല്ല തീയിൽ തുറന്ന് വെച്ച് വേവിക്കാം. അതിനുശേഷം പിന്നത്തെ 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച നാടൻ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ദിവസം ഇങ്ങനെ കലത്തിൽ വെച്ച് തന്നെ വെച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.